നമസ്കാരം. ഫുഡ് പ്രിൻസ് ഫോർ ജെൻ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികൾ പഠിച്ചു വരുമ്പോൾ വലുതായി ആരാവണമെന്ന് മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഉത്തരമാണ് ഒന്നുകിൽ ഡോക്ടർ ആക്കണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം. പഠിച്ചു വരുമ്പോൾ കുട്ടികൾ കുറച്ച് ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ആഗ്രഹം വരും IAS പഠിപ്പിച്ച് പാസ്സാക്കിയെടുക്കണം. എന്നാലും ഈ പറഞ്ഞ രണ്ട് ഇൻഡസ്ട്രികളിലും രണ്ട് മേഖലകളുടെയും ഗ്ലാമറും ഗ്ലോറിയും ഒക്കെ അനുഭവിച്ച ഒരാളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. വെരി ഡൈനമിക് പേഴ്സൺ. സ്വാഗതം ചെയ്യാം ഡോക്ടർ D. ബാബു പോൾ IASനെ ഫുഡ് പ്രിൻസ് ഫോർ ജെൻ എന്ന ഈ പരിപാടിയിലേക്ക്. കൂടാതെ അദ്ദേഹവുമായി കുറച്ച് സമയം ചെലവഴിച്ച് ഇന്ററാക്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ലോ അക്കാദമിയിലെ വിദ്യാർത്ഥികളാണ്. അവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ കാണുന്ന ഏവരെയും സുസ്വാഗതം ചെയ്യുന്നു ഫുഡ് പ്രിൻസ് ഫോർ ജെൻ എന്ന ഈ പരിപാടിയിലേക്ക്. സിവിൽ സർവീസ് മലയാളിക്ക് പരിചിതമായി തുടങ്ങിയ കാലത്തു തന്നെ അതിന്റെ ഭാഗമായ വ്യക്തിയാണ് ഡോക്ടർ D. ബാബു പോൾ. ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒട്ടേറെ പ്രമുഖ പദവികൾ അലങ്കരിച്ചിട്ടുള്ള ഇദ്ദേഹം കേരളത്തിന്റെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. 2001 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമുഖ പ്രതിഭയായ ഇദ്ദേഹം ഒരു വാഗ്മിയും നല്ലൊരു നിരൂപകനും എഴുത്തുകാരനും കൂടിയാണ്. 2001 പ്രസിദ്ധീകരിച്ച കഥ ഇതുവരെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഔദ്യോഗിക രംഗത്തെ മികവിനുള്ള രാജീവ് ഗാന്ധി പുരസ്കാരം, ഗുണ്ടട്ട് അവാർഡ്, ഗുരുവായൂർ നായർ സമാജം അവാർഡ്, NV സാഹിത്യ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നമസ്കാരം സർ. ഒരു നീണ്ട പ്രൊളിഫിക് കരിയർ, അതിനുശേഷം ഇപ്പോൾ റിട്ടയർമെന്റ്. എന്നാലും സാർ ഇപ്പോൾ ഒരു റെസ്റ്റഡ് ജീവിതമൊന്നുമല്ല, ഇപ്പോഴും ഓരോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ചെറുപ്പം മുതലെയുള്ള ശീലമാണ്? ഇവരുടെയൊക്കെ പ്രായമുള്ളപ്പോഴും സാർ ഇത്രയും ആക്റ്റീവായിട്ട് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നോ? അല്ല, അതിന്റെ ഒരു തുടർച്ചയാണല്ലോ ഇത്. വാർദ്ധക്യകാലത്ത് ആരംഭിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയല്ലല്ലോ. പഠിക്കുന്ന കാലത്ത് ഇപ്പോ ഞാൻ ചെയ്യുന്ന രീതിയിൽ ആളുകൾ എന്നെ വിളിച്ചു കൊണ്ടുപോയി എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന അവസ്ഥയായിരുന്നില്ല. ഞാൻ പലപ്പോഴും പല ആളുകളെയും കാണാൻ പോവുകയും, ഉദാഹരണത്തിന് കേസരി ബാലകൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പറവൂര് മാടവനപ്പറമ്പിലായിരുന്നു. ആലുവ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നി ഒരു ദിവസം അദ്ദേഹത്തെ ഒന്ന് പോയി കാണണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ നിലവാരത്തിൽ ചോദിക്കാനോ അദ്ദേഹത്തിന് എന്നോട് എൻ്റെ നിലവാരത്തിൽ 15 വയസ്സ് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ പറയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം എനിക്കൊരു കട്ടൻ കാപ്പി തന്നു. അദ്ദേഹം ഒരു കസേരയിലിരുന്നു, ഞാൻ താഴെ നിലത്തിരുന്നു. അത് ഒരു വലിയ അനുഭവമായിരുന്നു. അതുപോലെ ആഗമാനന്ദ സ്വാമിയുള്ള എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം എന്താ പറഞ്ഞെന്നിട്ട് ഞാൻ ഓർക്കണില്ല. അങ്ങനെ എന്നേക്കാൾ മുതിർന്ന ആളുകളെ ഞാൻ തേടിപ്പോയിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തേതുപോലെ ആളുകൾ എൻ്റെ അടുത്ത് വരുന്ന അവസ്ഥയല്ല. പിന്നെ ഒരുപാട് വായിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ സമയം അലസമായി കളഞ്ഞു എന്ന ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല. ഐ വാസ് ആക്റ്റീവ്. അപ്പോൾ എന്തായാലും നിങ്ങളെ ചോദ്യങ്ങളിലേക്ക് കടക്കാണ്. ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത്? എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സാർ, ഇത് ഒരു പുതിയ ന്യൂലി റിക്രൂട്ടഡ് ഒരു സിവിൽ സർവന്റ് ആരെങ്കിലും പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുമ്പോൾ അയാൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്താ? സാറിന്റെ സമയത്ത് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് സാർ ഫേസ് ചെയ്തു? അതിനെ സാർ എങ്ങനെ ഓവർകം ചെയ്തു? അതിനെ പറ്റി കുറച്ച് ടിപ്സ് അറിയാൻ. എൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ആദ്യത്തെ ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഉള്ളത്, എനിക്ക് വളരെ അപരിചിതമായൊരു ലോകമായിരുന്നു. അന്ന് ഇപ്പോഴത്തെ പോലെ മീഡിയ ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഞാൻ ആദ്യമായി ഒരു കളക്ടറോട് സംസാരിച്ചത് ഞാൻ അസിസ്റ്റന്റ് കളക്ടർ ആയതിനു ശേഷമാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു വലിയ വളരെ വിഭിന്നമായൊരു ലോകത്തിലേക്ക് കാറ്റപ്പുൾട്ട് എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, അതുപോലെ ചെന്നു എന്നുള്ളതിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അത് അധികം ബാധിക്കാതിരുന്നതിൻ്റെ കാരണം, ആദ്യത്തെ ഒരു വർഷം നാഷണൽ അക്കാഡമിയിലാണ്. അവിടുത്തെ ഡയറക്ടർ ICS-കാരനാണ്. ഡെപ്യൂട്ടി ഡയറക്ടർമാരൊക്കെ ജൂനിയറായിട്ടുള്ള IAS-കാരാണ്. പഠിപ്പിക്കുന്നതിൽ പകുതി പേര് പ്രൊഫസർമാരും പകുതി പേര് സർവീസിൽ നിന്ന് വരുന്നവരുമാണ്. പഠിക്കുന്നതെല്ലാം ഈ പരീക്ഷ ജയിച്ചു വന്ന ഏകദേശം ഒരേ പ്രായക്കാരാണ്. ഇപ്പോഴത്തെ പോലെ ഒരു പ്രായ വ്യത്യാസം ഒന്നുമില്ല. കാരണം 21 വയസ്സിനും 24 വയസ്സിനും ഇടയ്ക്ക് എഴുതണം. അപ്പോൾ എല്ലാവരും ഏകദേശം ആ പ്രായത്തിൽ ഉള്ളവരാണ്. അപ്പോൾ കോളേജിൽ നിന്ന് ഉദ്യോഗത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ
ആ അക്കാഡമിയിൽ സാധിച്ചതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ലെവൽ ഡിഫറൻസ് അധികം ഫീൽ ചെയ്യാതെ കഴിഞ്ഞത്. അക്കാഡമി വാസ് എ ഗുഡ് ഇൻട്രൊഡക്ഷൻ. പിന്നെ സർവീസിൽ കയറുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നം, എൻ്റെ നാട്ടിൻപുറത്തും എന്നെ അതിനു മുൻപ് അറിഞ്ഞിരുന്ന ആളുകളുടെ ഇടയിലും പെരുമാറുമ്പോൾ ഞാൻ അർഹിക്കുന്നതിൽ കൂടുതൽ അല്ലെങ്കിൽ എനിക്ക് എംബാരസ്മെന്റ് ഉണ്ടാകത്തക്ക രീതിയിൽ എന്നോട് ബഹുമാനം കാണിക്കാൻ തുടങ്ങി. IAS എന്താണെന്ന് എൻ്റെ നാട്ടുകാർക്കൊന്നും അറിഞ്ഞുകൂടാ കാര്യമായിട്ട്. മാസ്റ്ററുടെ മകൻ കളക്ടർ പരീക്ഷ ജയിച്ചു എന്നറിയാം. അപ്പോൾ അതുവരെ ബാബു നീ എപ്പോഴാ വന്നേ എന്ന് ചോദിച്ചിരുന്ന ആളുകൾ മുണ്ടിൻ്റെ മടക്കിക്കുത്ത് അഴിച്ചിടുവാനും തൊഴാനും എപ്പോഴാണോ ഇനി പോണതാവോ എത്ര ദിവസം നാട്ടിലുണ്ടാവും എന്നൊക്കെ ശബ്ദത്തിലൊരു വിനയം. ഇതൊരു വലിയ എംബാരസ്മെന്റ് ആയിരുന്നു ആദ്യം. അതിനെ ഒന്ന് അതിജീവിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള സംഗതിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് നാട്ടിൽ അനുഭവിച്ചൊരു കാര്യം. അതിനോട് ചേർന്നുള്ളൊരു സംഗതി, എൻ്റെ നാട്ടിലൊരു കാരണവർ എന്നെ കാണാൻ വന്നു. അദ്ദേഹം നാട്ടിലെ ഏറ്റവും ധനാഢ്യരായ ആളുകളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ എന്നെ കാണാൻ വന്നപ്പോൾ AS ട്രെയിനിങ്ങിന് ഞാൻ പോണ സമയത്താണ്. കണങ്കാലിന് മുകളിലെത്തുന്നൊരു മുണ്ട്, രണ്ടാം മുണ്ടുണ്ട്, വെള്ളി കെട്ടിയ വടിയുണ്ട്. അദ്ദേഹം വന്നു, ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചൊക്കെ ഇരുത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഇത് പിടികിട്ടുന്നില്ല എന്താണ് ഇതിൻ്റെ പരിപാടി എന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു അസിസ്റ്റന്റ് പേഷ്കാരായിട്ടാണ് തുടങ്ങുക. കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാരണവർ എന്നോട് ചോദിച്ചു, അപ്പം ഈ വെടിവെക്കാനുള്ള അധികാരം ഉണ്ടാവുമോ, ഫയറിങ് ഓർഡർ ചെയ്യാൻ? അപ്പം ഞാൻ പറഞ്ഞു അതുണ്ടല്ലോ, ഇതിൻ്റെ കൂടെയാണല്ലോ എന്ന് പറഞ്ഞു. കാരണവർ ഉടനെ എഴുന്നേറ്റ് കൊടുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ചോദിക്കാനുള്ളത് ചോദിച്ചു, ഇനി പോവുകയാണെന്ന്. അദ്ദേഹത്തെ ഞാൻ കയ്യെ പിടിച്ച കസറ്റിന് എഴുന്നേക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അദ്ദേഹം പോകുന്നതിന് പകരം ആ വടി വീണ്ടും ചാരി വെച്ചിട്ട് എന്നെ ഇങ്ങനെ തൊഴുതു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പൂപ്പൻ എന്തായി കാണിക്കണേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, വെടിവെക്കാൻ അധികാരമുള്ള ഒരാളെ ഇത്ര അടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം ട്രെയിനിങ്ങിന് പോയി. അതിൻ്റെ പിറ്റേ ദിവസം ഇദ്ദേഹം 87-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പം എൻ്റെ നാട്ടുകാരൊക്കെ പറഞ്ഞു, ആ കാരണവർ ഹെഡ്മാസ്റ്ററുടെ മകനെ കണ്ട് പേടിച്ചിട്ട് ചത്തുപോയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവമായിരുന്നു വാസ്തവത്തിൽ. അപ്പം അതുകൊണ്ട് ഒരു പുതിയ ജീവിത അന്തരീക്ഷത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു 22 വയസ്സുകാരൻ സ്വയം അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ പലപ്പോഴും പലരിൽ നിന്നും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ഇൻഹിബിഷൻ അവരുടെ മനസ്സിലുണ്ടാകാം. അവർ ചൂസ് ചെയ്യുന്ന കരിയറിന്റെ കാര്യത്തിൽ ഒരു ഇൻഹിബിഷൻ. അപ്പം സാറ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സെക്ടർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ഏത് കരിയർ, എന്ത് പഠിക്കും എന്നൊക്കെയുള്ള ഒരു ഇൻഹിബിഷൻ കുട്ടികളോട് എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, അതിപ്പോ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന അവസ്ഥയല്ലല്ലോ ഇപ്പോൾ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞത് ഓപ്ഷൻസ് വെയർ ലിമിറ്റഡ്. നല്ലോണം പഠിച്ച് IAS തന്നെ അന്ന് വാസ്തവത്തിലൊരു ഓപ്ഷൻ ആയിരുന്നില്ല എന്നെപ്പോലുള്ള ആളുകൾക്ക്. ഞാൻ ആലുവ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നു. അന്ന് എന്നെ ആലുവയിൽ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരിൽ ഹിന്ദി പ്രൊഫസർ നാരായണമേനോൻ സാറും മാത്തമാറ്റിക്സിൻ്റെ വെങ്കട്ടരാമൻ സാറും ഒഴിച്ചുള്ള അധ്യാപകർ എന്നോട് ഓരോരുത്തരും അവരുടെ വിഷയത്തിൽ MA അല്ലെങ്കിൽ MSc പഠിക്കണം, അത് കഴിഞ്ഞ് IAS എഴുതണമെന്നാണ് ഉപദേശിച്ചത്. ഇത് ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനൊക്കെ സന്തോഷമായെങ്കിലും നാട്ടിലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടുത്തെ അധ്യാപകർ, നാട്ടിൽ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ആയിട്ടൊരു 10-25 പേരിങ്ങനെ സെറ്റ് കൂടുന്ന ആളുകളുണ്ട്, ഏത് ഗ്രൂപ്പിലും ഉണ്ടാവുമല്ലോ. അവരാരും സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഇത് IAS എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് നമുക്ക് നാട്ടിൻപുറത്തു നിന്നൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ മെഡിസിന് പോകണം, ഇതിനപ്പുറത്തേക്കൊരു ആലോചന വേണ്ട. അപ്പോൾ അന്ന് അത്രേ ഉള്ളൂ പോസിബിലിറ്റി. എഞ്ചിനീയറിങ് മെഡിസിനും എന്നുള്ള 2 ബ്രോഡ് സെക്ടർ. അതിൽ തന്നെ എഞ്ചിനീയറിങ്ങിനോ ഞാൻ പഠിക്കുന്ന കാലത്ത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലാതെ ഇപ്പോഴത്തെ പോലെ ബയോമെഡിക്കലും ഇങ്ങനത്തെ കുന്തങ്ങളൊന്നും ഇല്ലാന്ന്. പിന്നെ നിങ്ങളിപ്പോൾ ലോ അക്കാഡമിക്കാർ, അന്നൊക്കെ ഈ ലോയ്ക്ക് പോകുന്ന ആളുകൾ എൻ്റെ തലമുറയുടെ കാലത്ത്, അതിന് മുമ്പൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവുമെങ്കിലും
എൻ്റെ ഒരു തലമുറയുടെ കാലത്ത് 100 പേര് ലോയ്ക്ക് പോയാൽ അത് സീരിയസായി എടുത്ത് വക്കീലാകാനും ഹൈക്കോടതി ജഡ്ജി ആകാനുമുള്ള വ്യക്തമായ കാഴ്ചപ്പാടിൽ പോകുന്ന 5 പേരെ കാണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആ കാലത്ത് തനി ഉഴപ്പന്മാരും വേറെ ഒന്നിനും പോകാത്തവരൊക്കെ ആയിരുന്നു. ഇപ്പോൾ നിങ്ങളെപ്പോലെ ചെറുപ്പത്തിലെങ്കിലും ലോ എന്ന് പറഞ്ഞ് ചാടുന്ന പരിപാടിയൊന്നുമില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻസ് വെയർ ലിമിറ്റഡ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ വിട്ടലുപിടുത്തമാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ നല്ല വിട്ടലുപിടുത്തക്കാരനായിരിക്കണം എന്നേ ഉള്ളൂ. ഈ മനോരമയിലെ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ സീനിയറായിരുന്ന ശ്രീമാൻ BS വാര്യർ ആണല്ലോ ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കരിയർ ഗുരു. അദ്ദേഹത്തിൻ്റെ കോളങ്ങൾ വായിക്കുകയോ അദ്ദേഹത്തോട് സംസാരിക്കുകയോ ചെയ്താൽ നമ്മൾ കേൾക്കാത്ത എന്തെല്ലാം തരം കോഴ്സുകൾ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവരവരുടെ അഭിരുചിയോട് ചേർന്ന് പോകുന്ന അത് എന്നൊക്കെ പൊതുവായിട്ട് എല്ലാവരും പറയുന്നത് പോലെ പറയാമെന്നല്ലാതെ ഓപ്ഷൻസ് ആർ അവൈലബിൾ. അത് പരിശോധിക്കുക, കണ്ടുപിടിക്കുക. പിന്നെ ആദ്യം ഒരു ബേസിക് ഡിഗ്രി ഏതായാലും വേണമല്ലോ. തിരഞ്ഞെടുക്കാനായിട്ട് ഒരു വലിയ മേഖലയുമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും അങ്ങനെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം ഇതിലേക്കൊക്കെ. എനിക്കൊന്നും ഒരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോഴാണ് നമുക്ക് ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളൊരു ടെൻഷൻ വരാം. ഒരു ലക്ഷ്യബോധം ഉണ്ടാകണമെന്നുള്ള രീതിയിലുള്ള ഒരു ഗൈഡൻസ് കിട്ടിയാൽ അവർ തന്നെ തിരഞ്ഞെടുത്തോളും. ഇപ്പം എൻ്റെ മകൻ്റെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, എൻ്റെ ഏറ്റവും ഇളയ ഗ്രാൻഡ് ചൈൽഡ്, അവളെ എന്ത് വേണം, അവളുടെ അമ്മാവൻ ഡോക്ടറാണ്, മെഡിസിന് പോകണം, അല്ലെങ്കിൽ അവൾ ഇംഗ്ലീഷിന് മിടുക്കിയാണെന്ന് അങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവധിക്ക് വന്നപ്പോൾ അവളിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് കയറി എന്നോട് പറഞ്ഞു, എൻ്റെ ലക്ഷ്യം NID ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. എൻ്റെ പ്രായത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ഈ നാട്ടിൻപുറത്തുള്ള ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായി പറയണത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലാണ് എനിക്ക് പഠിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇവർക്കൊക്കെ നമ്മളെക്കാൾ വിവരമുണ്ട്, അവർ കണ്ടുപിടിച്ചോളൂ. അപ്പം എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാറ് പഠിക്കുന്ന കാലത്ത് ഈ IAS പോകുമ്പോഴുള്ള സാഹചര്യവും ഞങ്ങളുള്ള സാഹചര്യവും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ സാറ് ആ കാലത്ത് എങ്ങനെയാണ് ഈ IAS തയ്യാറെടുപ്പുകൾ എടുത്തിരുന്നത്? സാറ് നല്ല വായിക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ സാറിന്റെ ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ അന്നത്തെ തയ്യാറെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ അന്നത്തെ പരീക്ഷാ സമ്പ്രദായം വ്യത്യാസമായിരുന്നത് കൊണ്ട് ഇപ്പോൾ പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. എങ്കിലും പൊതുവായി ബാധകമായ ചില കാര്യങ്ങൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്ന് ഒരു കോച്ചിങ്ങിന് സൗകര്യമൊന്നുമില്ല. UPSCയുടെ പ്രോസ്പെക്ടസിനകത്ത് സിലബസ് ഉണ്ട്. അപ്പം ആദ്യത്തെ ഘട്ടം ഏത് വിഷയങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ്. അന്ന് 3 ലോവർ പേപ്പറും 2 ഹയർ പേപ്പറും 3 കമ്പൽസറി പേപ്പറും ഇതാണ്. അപ്പോൾ ഈ ലോവറും ഹയറുമാണ് നമ്മുടെ ഓപ്ഷണൽസ്. അത് തീരുമാനിക്കാൻ ആരെങ്കിലും നമുക്ക് വിശ്വാസമുള്ള ആളുകളെ ആശ്രയിക്കുകയോ നമ്മൾ തന്നെ ആലോചിക്കുകയോ ചെയ്യാന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരെ കണ്ട് ഏത് പുസ്തകം വായിച്ചാൽ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുമെന്ന് അറിയേണ്ടതായിരുന്നു എൻ്റെ ആവശ്യം. കാരണം ഞാൻ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. എഞ്ചിനീയറിംഗിന് അന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഞങ്ങൾ 3 പേര് സിവിൽ സർവീസ് എഴുതാൻ പോകണമെന്ന് പറഞ്ഞ്, ആ കാലത്തെങ്കിലും എഞ്ചിനീയർമാർ IAS പരിപാടി വളരെ കുറവാണ്. CET-യിൽ നിന്ന് ഞാൻ ആയിരുന്നു 3rd കാൻഡിഡേറ്റ്. എനിക്ക് മുമ്പ് കൃഷ്ണകുമാറും ഗോപാലകൃഷ്ണപിള്ളയും 2 പേരൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പലിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം, എഞ്ചിനീയറിംഗ് പേപ്പർ കയറി എടുത്തുകളയരുത്, അത് ഹ്യൂമാനിറ്റീസുമായിട്ട് ഒന്ന് ലെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യുവേഷൻ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു കോമ തെറ്റിയാൽ, ഒരു അസംഷൻ എഴുതുമ്പോൾ ഒരു 0 തെറ്റിയാൽ ആൻസർ അവസാനം ശരിയാണെങ്കിലും 1 third ഒക്കെ കുറയ്ക്കും. അതുകൊണ്ട് മൈ അഡ്വൈസ് ഈസ് ദറ്റ് യു ഷുഡ് നോട്ട് ടേക്ക് എഞ്ചിനീയറിംഗ് പേപ്പർ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ എഴുതിയ മറ്റേ 2 ആളുകളും എഞ്ചിനീയറിംഗിന് എന്നേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന മിടുക്കന്മാരായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ അതിര് കടന്ന ആത്മവിശ്വാസം കൊണ്ട് അവർ അത് കേട്ടില്ല. ഞാനത് കേട്ടു. ഞാൻ ഹിസ്റ്ററിയും ജോഗ്രഫി എടുത്തു, അവരൊരു പേപ്പർ എഞ്ചിനീയറിംഗ് എടുത്തു. പിന്നെ ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഇവരടുത്ത കൊല്ലത്തെ പരീക്ഷയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അത് മാർക്ക് കിട്ടിയില്ല, സാറ് പറഞ്ഞായിരുന്നു ശരി. അതിലൊരാൾ പിറ്റേ വർഷം IAS കിട്ടി, പക്ഷെ മറ്റേ ആൾക്ക് IPS കിട്ടിയുള്ളൂ. അപ്പോൾ അത് സീനിയേഴ്സിനെ കണ്ട് പറയാമെന്നുള്ളത്. പിന്നെ നമ്മളുടെ ഒരു അസസ്മെൻ്റ് ഉണ്ടാവണമല്ലോ. എനിക്ക് ചരിത്രത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു, ചരിത്രം നല്ല വിഷയമാണെന്ന് പറഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രിട്ടീഷ് ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും യൂറോപ്യൻ ഹിസ്റ്ററിയും പഠിച്ചു. പിന്നെ നോക്കിയപ്പോൾ ജോഗ്രഫി ലോവറും ഹയറും ഉണ്ട്, അതുകൊണ്ട് അതെടുത്തു. അതിൻ്റെ കാരണം എഞ്ചിനീയറിംഗിന് പഠിച്ച ചില വിഷയങ്ങൾ ഇതിൻ്റെ ചില ഭാഗങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ശ്രദ്ധാപൂർവം വിഷയങ്ങൾ തിരഞ്ഞെടുക്കണമായിരുന്നു. ഇപ്പം അങ്ങനെ ഇപ്പോഴും ഉണ്ട്, ഒരു ഓപ്ഷനിലുണ്ട്, എങ്കിലും ഇപ്പം ജനറൽ സ്റ്റഡീസിനാണല്ലോ പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യാൻ നോക്കുക, യൂണിവേഴ്സിറ്റി കോളേജിലും ഇവാനിയസ് കോളേജിലും പോയി സാറുമാരെ കണ്ടിട്ട് ഈ സബ്ജക്റ്റാണ് ഓഫർ ചെയ്യുന്നത്, ഏത് വിഷയം വായിച്ചു തുടങ്ങണം, ഏത് പുസ്തകം വായിച്ചു തുടങ്ങണമെന്ന് ചോദിക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചതായതുകൊണ്ട് പിന്നെ വളരെ പ്രാഥമികമായി ഇൻ്റർമീഡിയറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ഇൻ്റർമീഡിയറ്റുകാർ വായിച്ചിരുന്ന പുസ്തകം വായിച്ചു വേണം ആദ്യം തുടങ്ങാൻ, അത് കഴിഞ്ഞിട്ട് മേലോട്ട് പോകാം എന്നൊക്കെ പറയുകയും പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് തന്നെത്താനെ ഇരുന്ന് പഠിക്കുകയായിരുന്നു. സാർ, വളർന്നു വരുന്നൊരു യുവതലമുറയോട് ഇപ്പോൾ അഴിമതി ഏറെ ഉണ്ടെന്ന് പറയുന്ന സാഹചര്യത്തിൽ അവരൊരു നിസ്സഹായ അവസ്ഥയിലാണ്. അപ്പോൾ അവരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അവരോടിപ്പം അവർക്ക് അഴിമതിയെക്കുറിച്ചുള്ള സമീപനത്തെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകേണ്ട സമീപനം അവരഴിമതിക്ക് യാതൊരു തരത്തിലും കൂട്ടുനിൽക്കുകയില്ല എന്ന് പറയാൻ കഴിയാന്നുള്ളതാണല്ലോ. അത് സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പം ഈ അഴിമതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ അത് ബെവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ക്യൂവിൽ നിൽക്കാൻ തയ്യാറല്ല, അല്ലേ? അപ്പോൾ നമ്മുടെ കാര്യം വേഗം സാധിക്കാനായിട്ട് 10 രൂപ കൊടുത്താലും ഈ ജോലി തീർന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അവിടെയാണ് അഴിമതി തുടങ്ങുന്നത്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണോ എന്ന് ചോദിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അവരെ നൂലുകെട്ട് ഇറക്കിയൊന്നുമല്ലല്ലോ. അവർ ഇവിടെ കണ്ടും കേട്ടും വളർന്ന് വന്ന് ഒരു ദിവസം PSCയുടെ പരീക്ഷ ജയിച്ചു അപ്പുറത്ത് വന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കഴിഞ്ഞ മാസത്തിൽ PSCയിൽ അവരുടെ ജോലിക്കാരുടെ സംഘടന ക്രിസ്മസ് നവവത്സര ആഘോഷം നടത്തി. അപ്പോൾ അതിൽ സന്ദേശം കൊടുക്കാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉദ്യോഗം കിട്ടി മേശയുടെ ഇപ്പുറത്തിരിക്കുന്ന നിങ്ങളും ഉദ്യോഗം തേടി മേശയുടെ അപ്പുറത്ത് അക്ഷമരായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളും ഒരേ ഈശ്വരൻ്റെ മക്കളാണെന്ന് ഓർക്കുക എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം, ഇല്ലേ? അവർ കാലഘട്ടത്തിലെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കുറിച്ച് വേണ്ട. പിന്നെ രാഷ്ട്രീയത്തിലെ അഴിമതി കൂടിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഇപ്പോഴത്തെ രീതിയിലുള്ള എലക്ഷൻ പ്രചരണം അതിനുള്ള ചെലവുകളും ഒക്കെ ഉള്ള കാലത്തോളം പൈസ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല മറയാണത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി വാങ്ങിച്ചാൽ കോഴയാവുകയില്ല, അത് ഏത് ബാറുകാരൻ തന്നാലും എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ സമ്പ്രദായം കൊണ്ടാണ്. ഇപ്പോൾ വാസ്തവത്തിൽ അവിടെയാണ് നമ്മളൊരു മാറ്റം വരുത്തേണ്ടത്. ഇലക്ട്രോണിക് യുഗത്തിൽ പഴയതുപോലെ വാസ്തവത്തിൽ വേണ്ട ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ട്, പണ്ടാണെങ്കിൽ സ്ക്രൂട്ടിനി കഴിഞ്ഞ് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നറിഞ്ഞ് ചുരുങ്ങിയത് 3 ആഴ്ചയെങ്കിലും കഴിയാതെ വോട്ടിങ്ങിന് തീയതി കൊടുക്കാൻ ഒക്കില്ല. കാരണം ബാലറ്റ് പേപ്പർ അടിച്ചു കിട്ടണം. ഇപ്പം അത്രയും സമയമൊന്നും വേണ്ടല്ലോ, ഇപ്പം എല്ലാം EVM ആയില്ലേ. അപ്പം അതുപോലെ ഈ ഫ്ലെക്സും കട്ടൗട്ടും വലിയ യോഗങ്ങളും ഒക്കെ കൂടാതെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചരണം, ഇപ്പോൾ ദൂരദർശനം തന്നെ ആവാം, സമയം അലോട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായത്തിലേക്ക് പോയിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചെലവുകൾ കുറച്ചാൽ ആ മേൽവിലാസത്തിലുള്ള പിരിവ് കുറയും. എന്ന് വെച്ച് പണം വാങ്ങിക്കുന്നവന്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ തിര എണ്ണാൻ പോയാലും പൈസ വാങ്ങിക്കുമെന്ന് മലയാളത്തിൽ ചില ആളിനെ കുറിച്ച് പറയും. അപ്പം ആ സ്വഭാവമൊക്കെ മനുഷ്യനുണ്ടാവും കുറച്ചൊക്കെ. പക്ഷെ സമൂഹത്തിൽ അവരെ മാത്രം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുക്കാൻ ആളുണ്ടെങ്കിൽ വാങ്ങിക്കാൻ മനസ്സും ഉണ്ടാവും. അതാണ് വസ്തുത. അതാണ് ഒരു പൊതു നിയമം. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കൂല എന്ന് തീരുമാനിക്കണം. ചിലപ്പോൾ അബദ്ധം ഉണ്ടാവും. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് വിദേശത്ത് പോയത് ആദ്യം, 1960. പാസ്പോർട്ട് വേണം. അപ്പോൾ പാസ്പോർട്ടിന് പോലീസ് വെരിഫിക്കേഷൻ വേണം. അപ്പോൾ ഒരു ഏടങ്ങത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ വന്നു.
വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ്, അപ്പം ഞാനന്ന് അവിടുത്തെ യൂണിയൻ നേതാവാണ്, 19 വയസ്സ് പ്രായം, ഇങ്ങനെ നിങ്ങളെയൊക്കെ പോലെ തന്നെ ഇങ്ങനെ ആദർശം അങ്ങനെ അലതല്ലി നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ഇദ്ദേഹം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് പോണില്ല. അപ്പോൾ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു, എന്നാൽ ഞാൻ പോട്ടെന്ന് പറഞ്ഞ് പോയാൽ മതി, അത് പാടില്ലല്ലോ. നമ്മൾ യൂണിയൻ നേതാവും പിന്നെ ആദർശധീരനുമൊക്കെയാണെന്ന് സ്വയം വിശ്വസിച്ചിരിക്കുന്ന കാലമല്ലേ. അതുകൊണ്ട് അഹങ്കാരം മൂത്ത പ്രായമാണല്ലോ നിങ്ങളുടെ, എൻ്റെ പ്രായമൊക്കെ ആകുമ്പോൾ ഇതിൽ കാര്യമില്ലെന്ന് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ പ്രായമുള്ള കാലത്തായി സംഭവമേ. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, എന്താ നിൽക്കണേ, ഞാൻ വല്ലതും തരുന്നു വിചാരിച്ചിട്ടാണെങ്കിൽ നിൽക്കണ്ട, കൈക്കൂലി നിൽക്കുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം, നമസ്കാരം എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അയാളുടെ വഴിക്കും പോയി. പാസ്പോർട്ട് മാത്രം വരണില്ല. അവസാനം അന്ന് വിമാനമില്ല, കപ്പലിലാണ് പോണത്. അതിൻ്റെ ടിക്കറ്റൊക്കെ ആയപ്പോൾ അവർ പാസ്പോർട്ടിന് അപേക്ഷിക്കാനായിട്ട് ഇതിന് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ എഴുത്ത് വന്നു. അപ്പോൾ ഞാൻ പോയി അന്വേഷിച്ചു. എൻ്റെ നാട്ടിലെ ഒരു MLA ഇവിടെ നിയമസഭാ സമ്മേളനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ടാണ് അന്വേഷിപ്പിച്ചത്. ചെന്നപ്പോൾ എന്താ, ഇയാൾ ചെന്ന് റിപ്പോർട്ട് എഴുതി കൊടുത്തു, ഇവിടത്തെ അന്വേഷണത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ വിദ്യാർത്ഥി എറണാകുളം ജില്ലക്കാരനാണ്, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ കൂടെ അന്വേഷിക്കാതെ പാസ്പോർട്ട് കൊടുക്കുന്നത് ശരിയല്ല. അതിനും വലിയ കുറ്റം പറയാനില്ല, കാരണം ഭൂരിപക്ഷം സമയം തിരുവനന്തപുരത്താണെങ്കിൽ 2 മാസമൊക്കെ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എറണാകുളം DSPക്ക് അയക്കണം എന്ന് എഴുതി, അത്രയും കുഴപ്പമില്ല. അടുത്ത പണിയിലാണ് പറ്റിപ്പോയത്. എന്നിട്ട് അയച്ചതിനകത്ത് ഒരൊറ്റ തട്ടം കൂടെ കെട്ടി കോഴിക്കോട് DSPക്ക് അയച്ചു കൊടുത്തു. പിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ സാധനം കോഴിക്കോട്ടെ. ഇപ്പോഴാണെങ്കിൽ ഇതൊക്കെ ഓൺലൈൻ കണ്ടുപിടിക്കും, പണ്ടൊക്കെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 4 ദിവസം വേണം. ഏതായാലും ഒരു തരത്തിൽ അന്നത്തെ IG ആരായിരുന്നുണ്ടോ, അയ്യാണ് MLA പോയി കണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മൾ മാത്രം പ്രിൻസിപ്പിൾ കാണിച്ചാൽ അതുകൊണ്ട് ചിലപ്പോൾ ദോഷവും ഇൻകൺവീനിയൻസും ഒക്കെ ഉണ്ടാവാം. രാഷ്ട്രീയത്തിലെ അഴിമതിക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി അഴിമതിക്കുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ RTI എന്നുള്ള സഹായം ചെയ്യുന്നൊരു സംഗതിയാണ്. വിവരാവകാശം വന്നതോടുകൂടി ഒരു ഒരല് വിഴുങ്ങിയാലും വിരൽ കൊണ്ട് മറയ്ക്കണം എന്നൊരു തോന്നൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഭയമുണ്ട്. പക്ഷെ സാറ് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന സമയത്താണോ അഴിമതി കൂടുതലുണ്ടായിരുന്നത്, അതോ ഇപ്പൊ കൂടുന്നുണ്ടോ ശരിക്കും? അല്ല, അതിപ്പോ അഴിമതിയുടെ നിർവചനത്തിൽ വന്ന വ്യത്യാസം നോക്കിയാൽ മതി കൂടുന്നുണ്ടോന്നറിയാൻ. ഇവിടെ 948 തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം വന്നപ്പോൾ ആദ്യമുണ്ടായ അഴിമതി ആരോപണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു മന്ത്രിയുടെ വീട്ടുവളപ്പിൽ നിന്ന ഒരു മഹാഗണി മരം ലേലം ചെയ്ത് വിൽക്കുകയാണ്. അത് വളരെ പഴക്കം ചെന്നതുകൊണ്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ലേലം നടക്കുന്ന ദിവസം മന്ത്രിയെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും മന്ത്രിയുടെ വീട്ടിൽ വിരുന്ന് വന്ന് പാർത്തിരുന്ന മന്ത്രി ബന്ധുവായ ഒരു ആൾ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ പോയി. മന്ത്രി ബന്ധുവായതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ബഹുമാനപൂർവ്വം മാറിക്കൊടുത്തു. ഇയാൾക്ക് ഈ അപ്സെറ്റ് പ്രൈസ് എന്ന് പറയുമല്ലോ, ആദ്യം പറയുന്ന പ്രൈസ്, ആ വിലയിൽ നിന്ന് 1 രൂപ കൂട്ടി ഇയാൾ വിളിച്ചു. ഈ വലിയ മഹാഗണി അദ്ദേഹത്തിന് കിട്ടി. ഇത് അധികാര ദുർവിനിയോഗവും അഴിമതിയുമാണെന്ന് പറഞ്ഞതാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ അഴിമതി ആരോപണം. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു അഴിമതി ആരോപണമായിട്ട് ആരും വകവയ്ക്കുക തന്നെയില്ല. R. ശങ്കർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അന്ന് ഈ ലോറിയൊക്കെ ബുക്ക് ചെയ്താൽ കിട്ടാൻ വിഷമമാണ്, ഈ ബെൻസൊക്കെ. ഇപ്പോഴത്തെ പോലെ അങ്ങനെ അവർ നമ്മുടെ പുറകെ നടക്കുന്ന അവസ്ഥയല്ലല്ലോ. അപ്പം 2 പേർക്ക് ആ ക്യൂ തെറ്റിച്ച് മുൻകൂട്ടി ഈ ലോറി ചാസി വിട്ടുകൊടുക്കണമെന്ന് ഇദ്ദേഹം കുളത്തുങ്കൽ പോത്തൻ എന്നുള്ള ഡീലറോട് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം. ഈ ആരോപണം കൊണ്ട് നെഹ്റുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നെഹ്റു ചിരിച്ചു എന്നാണ് പറയണത്. ട്രക്കോടെ വിഴുകുന്ന ആൾക്കാർ ഇവിടെ കിടക്കണു, നിങ്ങൾ ക്യൂ മാറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊണ്ട് വന്നിരിക്കും, ഇത് എന്ത് കേരളമാണെന്ന് അദ്ദേഹം ചോദിച്ചു എന്ന് പറയണം. അപ്പം അഴിമതിയെക്കുറിച്ചുള്ള കേരളത്തിലെങ്കിലും ഉണ്ടായിരുന്ന സങ്കല്പത്തിനൊക്കെ എൻ്റെ നോട്ടത്തിൽ അതിനൊരു മാറ്റം ആരംഭിച്ചത് ഏകദേശമായി പറഞ്ഞാൽ 80കളുടെ ആരംഭത്തോടു കൂടിയാണ്. 77 അച്യുതമേനോൻ മന്ത്രിസഭയുടെ അവസാനം വരെ അങ്ങനെ വലിയ അഴിമതിയൊന്നും ഉണ്ടായില്ല. ആരോപണങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. ആന്ധ്രാരി കുംഭകോണം ആരോപണം ഉണ്ടായി, കാർഷിക സർവകലാശാലയുടെ സ്ഥലമെടുപ്പ് ആരോപണം ഉണ്ടായി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് സ്ഥലം പിന്നെ മുളകും വ്യഞ്ജനങ്ങളും വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആരോപണം ഉണ്ടായി, ആരോപണങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ
ഇങ്ങനൊരു വ്യാപകമായ ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ അതിനെക്കുറിച്ചൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം ഈ സമൂഹത്തിൽ ഒട്ടാകെ ഇത് വന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മളത് കുറച്ചും കൂടെ അംഗീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അംഗീകരിക്കുന്നു എന്നുള്ള വാക്ക് പറഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല. സഹിഷ്ണുതയോടുകൂടെ വീക്ഷിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയണം. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ലൈ എന്നുള്ള വാക്ക് പാർലമെന്ററി അല്ല എന്ന് പറഞ്ഞപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ഉടനെ മാറ്റി പറഞ്ഞല്ലോ, ഐ വിഡ്രോ ദ വേർഡ് ലൈ, ദാറ്റ് ഈസ് എ ടെർമിനോളജിക്കൽ ഇൻഎക്സാക്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ മാതിരി അഴിമതിയെ കൂടുതൽ സഹിഷ്ണുതയോടുകൂടെ വീക്ഷിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. 70കളിലെ ഒരു IAS-കാരന്റെ ജീവിതത്തിലൂടെയാണ് സാർ ഇന്ന് നമ്മളെ കൊണ്ടുപോയത്. 70കളിലെയും മറ്റും സാറിന്റെ അനുഭവങ്ങളിലൂടെ. എന്തായാലും സാറിന് ഇനി പറയാനുള്ള പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം നാളെ. അതുവരെ നന്ദി, നമസ്കാരം.